ഡോക്ടർ എനിക്ക് BP കൂടുതലാണെന്ന് കണ്ടുപിടിച്ചു. ഞാൻ ഉടനെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. BP നോർമലായി. ഞാൻ മരുന്ന് നിർത്തി. ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു മിനിറ്റ്. കണ്ണ് ഡോക്ടർ എന്നെ പരിശോധിച്ച് എൻ്റെ കണ്ണിന് കാഴ്ച കുറവാണെന്ന് കണ്ടെത്തി എന്നോട് കണ്ണട വയ്ക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണട വെച്ചു. എൻ്റെ കാഴ്ച ശരിയായി. ഉടനെ ഞാൻ കണ്ണട എടുത്ത് വലിച്ചെറിഞ്ഞു. ഇനി ഇത് ആവശ്യമില്ലല്ലോ. അപ്പം പിന്നെയും കണ്ണ് കാണുന്നില്ലേ? എന്ത് മണ്ടത്തരം അല്ലേ? നിങ്ങളുടെ സാഹചര്യം ഇതുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്തിട്ട് ആലോചിച്ചാൽ മതി. BP മരുന്ന് BP കൂടുതലാണെങ്കിൽ സ്ഥിരമായി കഴിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഈ BP മരുന്ന് ഒരിക്കൽ തുടങ്ങി നിർത്താൻ പറ്റില്ല. എനിക്കറിയാം അതിൻ്റെ കളി എനിക്കറിയാം. അങ്ങനെയല്ല BP ഒരു പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ അഥവാ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ഭക്ഷണത്തിലെ ഉപ്പ് നിയന്ത്രണം, നല്ല രീതിയിലുള്ള വ്യായാമം, ഫിസിക്കൽ ആക്ടിവിറ്റി, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കൽ, നന്നായി ഉറങ്ങൽ എന്നിവ വഴിയൊന്നും നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിച്ചത് നിയന്ത്രിച്ച് നിർത്തിയേ മതിയാവും. വേറെ എന്താണ് വഴി? ബിക്കോസ് ഹൈപ്പർ ടെൻഷൻ ഈസ് എ സൈലന്റ് കില്ലർ. ഉയർന്ന BP അഥവാ ഹൈപ്പർ ടെൻഷൻ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രോക്ക്, ഹൃദയത്തെ ബാധിക്കുന്ന ഹാർട്ട് അറ്റാക്ക് എന്നിവ പോലുള്ള ഗുരുതരമായ അസുഖങ്ങളുടെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഹൈപ്പർ ടെൻഷൻ. ഉയർന്നു നിൽക്കുന്ന BP കിഡ്നി അടക്കം ശരീരത്തിലെ പല അവയവങ്ങളുടെയും പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിച്ചേ മതിയാകൂ. അപ്പോൾ BP കുറയുന്നില്ലെങ്കിൽ മരുന്ന് സ്ഥിരമായി കഴിക്കുന്നല്ലേ അല്ലേ? അതെ, സംശയിക്കണ്ട.